നല്ല ഇഷ്ടായി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാ. അപ്പൊ സാറ് ജയിച്ചു. നിനക്കോ? എനിക്ക് നല്ല ഇഷ്ടായി ചേച്ചി. നല്ല സെലക്ഷന്. അപ്പൊ പിന്നെ ഇനി സാറിന് ധൈര്യമായിട്ട് ഡ്രസ് എടുക്കാൻ വിടാം. എല്ലാരും ഓക്കെ ആയല്ലോ? അല്ല, ഇവർക്കൊക്കെ വിഷുവിന്റെ കോടി എടുത്തു. ഇനി നിങ്ങൾക്കൊന്നുമില്ലേ? ഞങ്ങൾക്കും ഉണ്ട് അച്ഛാ. പക്ഷേ അതിനു മുമ്പേ അച്ഛനുള്ളത് തരാം. എനിക്കും വാങ്ങിച്ചോ? പിന്നല്ലാതെ അച്ഛൻ ആഘോഷിച്ചാലല്ലേ നമുക്ക് വിഷു ആഘോഷിക്കാൻ പറ്റൂ. നന്ദി, ഇനി അച്ഛന് ഇത് അച്ഛന് കൊടുക്ക്. അയ്യോ, അത് വേണ്ട. അത് സാർ തന്നെ കൊടുക്ക്. അച്ഛാ, മൈ സ്വീറ്റ് ഡാഡി. ആദ്യമായിട്ടാ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇടപാട്. സാരമില്ലടാ, ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ ഒരുപാട് കാര്യങ്ങളും കടമകളും ഒക്കെ നമ്മൾ മറന്നുപോകും. ചിലപ്പോ ബോധപൂർവം ചെയ്യാതിരിക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞൊരു ഇരുത്തം വരുമ്പോ ഇതൊക്കെ പതിയെ ഓർമ്മ വരും. അതായിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത് സാറിനുള്ളതാ. ഞാൻ കൊടുക്കാം. വാങ്ങിച്ചോ. താങ്ക് യു അച്ഛാ. ഇനി ഇത് അച്ഛൻ തന്നെ മരുമ കൊടുക്കും. മോളെ, നന്നായി വരട്ടെ മോളെ. ഈ വിഷു ഇന്നും എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കണം. വാങ്ങിച്ചോ. ചേച്ചി, ഏട്ടനെടുത്ത ഡ്രസ് നോക്കിയില്ലല്ലോ. അതൊക്കെ ഞാൻ പിന്നെ നോക്കിക്കോളാം. അതൊന്നും പറ്റില്ല ചേച്ചി, ഇപ്പൊ തന്നെ നോക്കണം. അയ്യോ, ഇതെന്തൊരു വിലയാ! ഞാൻ എന്റെ പ്രൈസ് ടാഗ് എടുത്ത് മാറ്റാൻ അവന്മാരോട് പറഞ്ഞതാ. ഈ ആർഗ്യുമെന്റ് വരുമെന്ന് എനിക്കറിയായിരുന്നു. സാർ, ഇത്രയും പൈസ ഉള്ള സാരി ഒന്നും എനിക്ക് വേണ്ട. ഞാൻ വേറെ ഏതെങ്കിലും എടുത്തോളാം. ഇനി മുതൽ തന്നെ കൊണ്ട് ഡ്രസ് എടുക്കാൻ പോകുന്ന പരിപാടി ഞാൻ നിർത്തി. അതെ, ഞാൻ എടുക്കുക, അത് താൻ ഉടുക്കുന്നു കേട്ടാ. സാർ, സാറിന്റെ ഡ്രസ്സിങ് എടുത്ത്. എന്താ മോളെ? ഒന്നുമില്ല സാർ. ഞാൻ എന്റെ ഡ്രസ്സും സാറിന്റെ ഡ്രസ്സും താന്നിയൂരമ്മയുടെ മുൻപിൽ വെക്കണമെന്ന് വെച്ചത്. നാളെ ഇടാറാകുമ്പോ എടുക്കാമല്ലോ. അതൊക്കെ മോളുടെ ഇഷ്ടം. താന്നിയൂരമ്മ വിട്ട് ഇയാൾക്ക് ഒരു കളിയുമില്ല. സുദേവ, എന്നാ പിന്നെ മോന് കൈനീട്ടം കൊടുക്കുന്ന ചടങ്ങ് കൂടി ഇപ്പൊ അങ്ങ് ചെയ്തൂടെ? അതൊക്കെ എടുത്തിട്ടുണ്ടമ്മേ. ഇതാ മക്കളെ, ഒന്നിച്ച് വാങ്ങിക്കേ.